ഹലോ, എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചിട്ടൊക്കെ ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പോഴത്തേക്കും ഞാൻ ഒരു കുഞ്ഞു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കാരണം വെച്ചാൽ സ്പെഷ്യലായിട്ട് വേണ്ടത് കുറച്ച് ചിക്കന്, പിന്നെ നമ്മുടെ ബസുമതി റൈസും അത്രയും തന്നെ മതി. അതിന് തന്നെ താണ്ട് കുറച്ച് ചിക്കനേ ഉള്ളായിരുന്നു. അതിനകത്തോട്ട് മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലവർ, ഉപ്പ് ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ടങ്ങ് മാറ്റി വെക്കാവേ. അപ്പോഴത്തേക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കാണും. എന്നിട്ട് നമുക്ക് ചോറിനുള്ള അരി അടുപ്പിയിടാം. അതിന് താണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഒരു ചരുവത്തിലോ ഏതെങ്കിലും പാത്രത്തിൽ അളന്ന് കുറിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല, അല്ലാതെ ഇട്ടാൽ മതി. പിന്നെ അതിനകത്തോട്ട് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇടണേ. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് സൺഫ്ലവർ ഓയിൽ ഇടുന്നത്. എന്നിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ അരി എടുത്തിട്ട് അതിന് ആവശ്യമായ വെള്ളവും വെക്കാവേ. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ ചോറ് ഒരു 80-85% വെന്ത് കാണും. അതൊന്ന് ഊറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാവേ. ചിക്കനെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്യണം. ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ആവണ്ട, എന്നാലും നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാനോ കടായോ ഇഷ്ടമുള്ള എടുത്തിട്ട് അതിനകത്ത് ഞാൻ ഒരു 2 മുട്ടയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 3 മുട്ട ഇടാം. 3 മുട്ടയിട്ട് നമുക്കൊന്ന് ചിക്കിത്തോത്തി എടുത്ത് മാറ്റി വെക്കാവേ. നല്ല രീതിയിലൊന്ന് ചിക്കിത്തോത്തി അതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് താണ്ട് കുറച്ച് എണ്ണ ആ പാനിൽ തന്നെ ഒഴിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളിയെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഞാൻ ഇട്ടിരിക്കുന്നത് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ നമുക്ക് ക്യാപ്സിക്കം, ഒനിയൻ, പിന്നെ കുറച്ച് ക്യാബേജ്, പച്ചമുളക് ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ തന്നെ നോക്കണം. കാരണം ചൈനീസ് വിഭവങ്ങൾക്കൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഇളക്കൽ പ്രോസസ്സ് അങ്ങ് തുടങ്ങുക. നല്ല രീതിയിലൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തത് മുട്ട ഇടാവേ. മുട്ട ഇട്ടിട്ട് നന്നായിട്ട് അതും കൂടെ ആ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടങ്ങ് ഫ്രൈ ആവട്ടെ. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഏറെക്കുറെ ഫ്രൈഡ് റൈസിൻ്റെ ജോലി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമുക്ക് റൈസ് ഇടാവേ. റൈസ് കുറച്ച് ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ഒരുപാടങ്ങ് റൈസ് ഈ ഫില്ലിങ്ങിനെക്കാട്ടി തോനെ റൈസായാൽ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് കണക്കൊരു തടി സ്പൂൺ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ചോറ് ഉടഞ്ഞു പോകത്തില്ല. അത് വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് അതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ മതി. സോയാ സോസ് ഉണ്ടെങ്കിലും കുറച്ച് ഒഴിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഏറെ മല്ലിയില ഇടുന്ന നല്ലതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഉടയാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് എന്ന് വെച്ചാൽ ഒരു തടി സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് നോക്കിയാൽ മതി. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്പൂൺ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ആക്കിയിട്ട് നല്ല രീതിയിൽ ഉച്ചയ്ക്കത്തെ ചോറ് അടിപൊളിയാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.